ലഹരി കച്ചവടത്തിൽ 2 ലേഡി അധ്യാപികമാർ കുരുങ്ങി. വടകരയിലാണ് ഈ സംഭവം. വടകര പോലീസ് സ്റ്റേഷനിൽ BRC അധ്യാപികയായ കീർത്തനയെ ആദ്യം അറസ്റ്റ് ചെയ്തു. കാരണം അവിടെ ഒരു ലഹരി കച്ചവടം, ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വടകരയിൽ അറസ്റ്റ് ചെയ്തു. ഇയാൾ ആ ലഹരി കച്ചവടത്തിൽ വരുന്ന പണം ഒരു ടീച്ചറിൻ്റെ അക്കൗണ്ടിൽ കൂടിയാണ് ലഭിക്കുന്നത്. പോലീസിന് സംശയമായി. അത് BRCയിലെ ഓരോ ജില്ലകളിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്പെർട്ടായ അധ്യാപകരെ ലഭിക്കാൻ BRC ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ താൽക്കാലിക ജീവനക്കാരാണ്. 2010 മുതൽ അവിടെ ജോലി ചെയ്യുന്നതാണ് കീർത്തന. കീർത്തനയുടെ കൂട്ടുകാരിയാണ് കാവ്യ. കീർത്തന ലഹരി മരുന്ന് വിൽപ്പനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തുഫാൻ വന്ന ശേഷം നമുക്കറിയാം വലിയ പിടുത്തമാണ്. അത് കൊണ്ടുപോയി അതിൻ്റെ മണി ട്രാൻസാക്ഷനൊക്കെ വലിയ ഗുരുതരമാണ്. ഇവരുടെ അക്കൗണ്ടിൽ കീർത്തനയുടെ അക്കൗണ്ടിൽ 5000, 2000, 10000 രൂപ കിട്ടുകൊടുത്താൽ അവർ സാധന ഇടപാട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവർ കച്ചവടം ചെയ്യില്ല. അത് ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം റോഡിൻ്റെ ഏത് സൈഡിലാണ് അവിടെ പറഞ്ഞു കൊടുക്കും. അവിടെ പോയി പൈസ ഇട്ടിട്ട് അവിടെ പോയി എടുത്തോണം. ഒരു മീഡിയേറ്റർ എന്ന ലെവലിലാണ് കീർത്തനയും കീർത്തനയുടെ കൂട്ടുകാരി കാവ്യയും കൂടെ പ്രവർത്തിക്കുന്നത്. 10,000 രൂപ ഇവർക്ക് വന്നുകൊണ്ടിരുന്നു. കീർത്തനയുടെ അക്കൗണ്ടിൽ പണം കൂടുതൽ വരുമ്പം അത് കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പം കച്ചവടക്കാർ, ഹോൾസെയിൽ റീറ്റെയിലും കച്ചവടക്കാർ, അവർ പണമിടേണ്ട ഗൂഗിള് അത് ഇന്ന ആൾക്കാണ്, അല്ലെ ഇന്ന നമ്പറിലാണെന്ന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ 11-ാം തീയതി ഈ മാസം 11-ന് കീർത്തനയെ അറസ്റ്റ് ചെയ്തു. അവിടെ വടകരയിലെ ഒരു കച്ചവടക്കാരനെ പിടിച്ചു. അയാളെ പണം എങ്ങോട്ടാണ് പോകുന്ന ഒരു അക്കൗണ്ട് പോലീസ് കണ്ടെത്തി. അത് കീർത്തനയുടെ അക്കൗണ്ടാണ്. അത് പോലീസിന് വലിയ അതിശയകരമായി. കാരണം ഒരു അധ്യാപികയാണ്, പെട്ടെന്ന് BRCയിലെ അധ്യാപികയാണ്. അത് നമുക്കറിയാം, പല കുട്ടികൾക്കും അവർക്ക് പഠന വൈകല്യമുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന എക്സ്പെർട്ടുകളാണത്. നല്ല വിദ്യാഭ്യാസമുള്ള അധ്യാപികമാരാണ്. സെൻട്രൽ ഗവൺമെൻറ് സ്കീം അനുസരിച്ച് എല്ലാ ജില്ലകളിലും ഇതുകൊണ്ട് എക്സ്പെർട്ടായ അധ്യാപികമാർ ആഴ്ചയിൽ ഒരു സ്കൂളിൽ 2-3 ക്ലാസ് ഉണ്ടാവും. ഈ BRCയിൽ നിന്നാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. അത് സർവശിക്ഷൻ എന്ന സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ഭാഗം തന്നെയാണ്. അത് ഈ 2 പെൺകുട്ടികളും കായിക അധ്യാപകരായിരുന്നു. കീർത്തനയിലെ അക്കൗണ്ടിലാണ് പണം വരുന്നതെന്ന് കണ്ടപ്പം പോലീസിന് അത് അതിശയകരമായി. കാരണം കുട്ടികളെയും സമൂഹത്തിനെയൊക്കെ നന്നാക്കാൻ പുറപ്പെടുന്നവരാണ് അധ്യാപകർ. പ്രത്യേകിച്ച് ഇത് അംഗവൈകല്യമോ അല്ലെങ്കിൽ മെൻ്റലായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് ഇവർ. അപ്പോൾ ഒരിക്കലും അവർ ഈ തൂഫാൻ്റെ ഗണത്തിലേക്ക് വരില്ല. അവർ ലഹരി വസ്തുക്കളൊന്നും വിൽക്കില്ല, ഉപയോഗിക്കില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ. ഒരു മാതൃക കാണിക്കേണ്ട അധ്യാപകരാണ്. പക്ഷേ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട്. കാരണം ഈ വിവരം BRCയിൽ അറിയിച്ചപ്പം അവരെ പിരിച്ചുവിടുകയും ചെയ്തു. ഇവരുടെ പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിനെ ഇവർ പറയും 5000 അല്ലെങ്കിൽ 10,000 രൂപയുടെ വന്നാൽ ആ സാധനം ഇവർ ഈ കച്ചവടക്കാരെ ചോദിക്കും എവിടെ വെക്കും. അയാളുടെ ലൊക്കേഷൻ അനുസരിച്ച് അത് വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെയാണ് കൂടുതൽ കച്ചവടം. അവിടെ റോഡിൻ്റെ ഇന്ന സ്ഥലത്ത് അല്ല ഇന്ന കെട്ടിടത്തിൻ്റെ സൈഡിൽ. കാരണം അവിടെ കൊണ്ട് വെച്ച ഉടനെ ഇവർ വിളിച്ചു പറയും. അവരന്നേരം തന്നെ അത് വന്ന് എടുത്തുകൊണ്ട് പോകും. പണം ഇവിടെ കീർത്തനയുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് കൊണ്ടുപോയി വെക്കുകയുള്ളൂ. കീർത്തനയുടെ അക്കൗണ്ടിൽ പണം ധാരാളം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോഴാണ് കീർത്തന തൻ്റെ കൂട്ടുകാരിയായ ആ
അത് BRC തന്നെ ജോലിയുള്ള കാവ്യയും ഇതിലേക്ക് കൂട്ടി കാവ്യയുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ വരുന്ന പണങ്ങളും മാറ്റിക്കൊണ്ടിരുന്നു. കാവ്യയ്ക്ക് അതിന് ഒരു കമ്മീഷനുണ്ട്. കാവ്യയ്ക്ക് നേരത്തെ ഈ അധ്യാപികയായിട്ട് ജോലി കിട്ടിയ സന്ദർഭത്തിൽ അവർക്കൊക്കെ ഡെയിലി വേജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശമ്പളമാണല്ലോ ലഭിക്കുന്നത്. അവർക്കൊരു അപകടം ഉണ്ടായി, ഒരു മോട്ടോർ ആക്സിഡൻറ്റ്. 15 BRC അധ്യാപകർ പിരിവെടുത്താണ് അവരെ ചികിത്സിച്ചത്. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും അവർക്ക് വളരെയധികം പണം ചിലവായി ചികിത്സയ്ക്ക്. അതുകൊണ്ട് സഹ അധ്യാപകർ പലരും പിരിവെടുത്താണ് അവർക്ക് പണം ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവർ വേഷവിധാനങ്ങളിലൊക്കെ നല്ല മാറ്റം വന്നിരിക്കുന്നു, നല്ല പണം ചിലവാക്കുന്നു. ഇപ്പോൾ ഒരു കോസ്റ്റ്ലി കാറിലാണ് വരുന്നത്. അതെല്ലാവർക്കും സംശയമായി. അപ്പം ചോദിച്ചപ്പം പറഞ്ഞു അത് ഇവരുടെ സഹോദരൻ ഇപ്പം വിദേശത്ത് പോയി അവൻ വാങ്ങിച്ച കാറാണ്, അതുകൊണ്ടാണ് വരുന്നതെന്ന് അവർ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇവരെ സംബന്ധിച്ച് പോലീസ് ഇങ്ങനെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപികയെ കീർത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ അക്കൗണ്ടിൽ ഇവർക്ക് പൈസ അയക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ BRCയിൽ അറിയിച്ചപ്പം ഈ കാവ്യ അവിടെ വയലൻ്റായെന്നാണ് പറയുന്നത്. തനിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് അരിശപ്പെട്ട് ചാടി ഇറങ്ങി ഓടി. എന്തായാലും ഇപ്പം വടകര പോലീസ് ഇവർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് കരുതി ആ കാവ്യയും കൂടെ അറസ്റ്റ് ചെയ്തു. അവരെ പിരിച്ചുവിടാനുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. 2 പേരും വെള്ളത്തിലായി. 2 പേർക്കും ജോലി നഷ്ടപ്പെട്ടു. കുറേ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ആ പണം കൊണ്ട് ഇനി ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അതിനകത്ത് കാവ്യ MA സൈക്കോളജിക്കാരിയാണ്. കാരണം അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഇവരാണ്. മെൻ്റലി റിട്ടയർഡായ കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് MA സൈക്കോളജി ഉള്ള ഇവരെ BRCയിലെടുത്തു. ഇവരുടെയൊക്കെ പഠനം ഒക്കെ കൊള്ളാം, അല്ലെങ്കിൽ അവർക്ക് ഈ തൊഴിലിനോടനുബന്ധിച്ചുള്ള MA സൈക്കോളജി ഒക്കെ അവർ പറഞ്ഞെങ്കിലും ഇവർക്ക് മാനസികമായ ബുദ്ധിപരമായ വികാസങ്ങളൊന്നുമില്ല. സമൂഹത്തിനെ കുട്ടികളെ ചീത്തയാക്കുന്ന ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരെ നിന്ന് കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഇവർക്കൊക്കെ എന്തൊരു മാനസിക വളർച്ചയാണുള്ളതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. മാനസിക വൈകല്യം കുട്ടികൾക്കല്ല, ഇവർക്കാണ്. അതുകൊണ്ടല്ലേ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്ന ഇവർ ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത്. എന്തായാലും വടകര പോലീസിനെ അഭിനന്ദിക്കുന്നു. ആര് കാണിച്ചാലും ശരി, എത്ര ഉന്നതരായാലും ശരി, നമ്മൾ ബഹുമാനിക്കുന്ന അധ്യാപകരായാലും ശരി, സമൂഹത്തെ ആകമാനം കാർന്നു തിന്നുന്ന ഈ ലഹരി വിറ്റ് അതുകൊണ്ട് ജീവിക്കുന്ന ഈ അധ്യാപകരെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കേണ്ടി വരും. ഏതായാലും അവരുടെ ടെമ്പററി ജോലി പോയി. 2010 മുതൽ ജോലി ചെയ്യുന്നവരാണ് ഒരാൾ. എന്തായാലും നല്ല കാര്യം. ഇതുപോലെയുള്ള സമൂഹത്തിൽ ധാരാളം പണസമ്പാദനത്തിന് ആരെ കൊന്നാലും വേണ്ടില്ല, ഡ്രഗ്സ് വിറ്റാലും വേണ്ടില്ല, കഞ്ചാവ് വിറ്റാലും വേണ്ടില്ല, അല്ലെങ്കിൽ അതിനൊരു മുറി വാടകയ്ക്ക് കൊടുത്താലും വേണ്ടില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ. നിങ്ങൾ എത്ര ഉന്നതരായാലും ശരി, സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽപ്പന അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള MDMA വിൽപ്പന, ഇതൊക്കെ വിൽക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. ഏതായാലും 2 അധ്യാപകരാണ് ഇപ്പോൾ വടകര പോലീസിൻ്റെ പിടിയിലായെന്ന് പറയുമ്പം നമ്മൾ അതിശയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി.